കഅബയുടെ ഓരത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. അറിവ് കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. 2 മാലാകമാർ ആകാശത്തു നിന്നും ഇറങ്ങി വരുന്നു. ഒരു മാലാക മറ്റേ മാലാകയോട് പറയുന്നു, ഇപ്രാവശ്യം എത്ര ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്? 6 ലക്ഷം പേരുണ്ടെന്നായിരുന്നു മറുപടി. മാത്രമല്ല, ഇപ്രാവശ്യം ഹജ്ജിന് പോയ ആരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ആകെ സങ്കടപ്പെടുകയാണ്. പക്ഷേ ആ മാലാക തുടർന്ന് പറയുന്നുണ്ട്, ഡമസ്കസിലെ അലി ഇബ്നു മുഫീഖ് എന്ന് പറയുന്ന ഒരു ചെരുപ്പ് കുത്തിക്ക് ഹജ്ജിന് പോകാൻ അതീവ താല്പര്യമായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ സാധിച്ചില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ കാരണത്താൽ അദ്ദേഹത്തിന് ഹജ്ജിൻ്റെ കൂലി ലഭിക്കുകയും അദ്ദേഹം കാരണം ബാക്കിയുള്ളവരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിന് വളരെ സന്തോഷമാവുകയാണ്. മാത്രമല്ല, ഉറക്കമുണർന്ന ഉടനെ തന്നെ അദ്ദേഹം ഡമസ്കസിലേക്ക് ഈ ചെരുപ്പ് കുത്തിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഡമസ്കസിൽ ചെന്ന് ആ ചെരുപ്പ് കുത്തിയെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ആ സംസാരത്തിനിടയിൽ ചോദിച്ചു, താങ്കൾക്ക് ഹജ്ജിന് പോകാൻ താല്പര്യമുണ്ടായിരുന്നു? ആ ചെരുപ്പ് കുത്തി മറുപടി പറഞ്ഞു, അതെ, എനിക്ക് ഹജ്ജിന് പോകാൻ താല്പര്യമുണ്ടായിരുന്നു. ഞാനതിന് പണമൊക്കെ സ്വരൂപിച്ചു വെച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് താങ്കൾ പോയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, എനിക്കതിന് അള്ളാഹു തൗഫീഖ് നൽകിയില്ല എന്നായിരുന്നു. ഇതേ ചോദ്യവും ഉത്തരവും 2-3 പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷം അദ്ദേഹം അതിൻ്റെ ഉത്തരം പറഞ്ഞു, ഒരിക്കൽ ഞാൻ എൻ്റെ അയൽവാസിയുടെ വീട് സന്ദർശിച്ചു. അത് ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു. പക്ഷേ എനിക്ക് വിശന്നിരുന്നില്ലെങ്കിൽ പോലും ഞാൻ അവിടെ നിന്നപ്പോൾ എന്നെ അദ്ദേഹം ഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ വീട്ടുടമ എന്നോട് പറഞ്ഞു, ഞാൻ താങ്കളെ ഭക്ഷണത്തിന് ക്ഷണിക്കാത്തത് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ 3 ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ പട്ടിണിയാണ്. ഇന്ന് രാവിലെയാകട്ടെ ഞാൻ ഭക്ഷണം അന്വേഷിച്ച് പുറത്തു പോയപ്പോൾ എനിക്ക് ലഭിച്ചതാണെങ്കിൽ ഒരു ചത്ത കഴുതയുടെ മാംസമാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഭക്ഷണത്തിന് ക്ഷണിക്കാതിരുന്നത്. ഇത് കേട്ടപ്പോൾ ആ ചെരുപ്പ് കുത്തിക്ക് വളരെ വിഷമമായിട്ട് അദ്ദേഹം ഹജ്ജിന് പോകാൻ വേണ്ടി സ്വരൂപിച്ചു വെച്ചിരുന്ന തൻ്റെ വിശപ്പും സഹിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് സ്വരൂപിച്ചു വെച്ചിരുന്ന പൈസ എടുത്തിട്ട് ആ അയൽവാസിക്ക് നൽകുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു താൻ കണ്ട സ്വപ്നം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹജ്ജിന് പോകാൻ ഒരുപാട് ആഗ്രഹിച്ച് അതിന് കൊതിച്ചിരുന്നിട്ട് അവസരം കിട്ടാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അവനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന അവസരം അടുത്ത പ്രാവശ്യം ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ അവസരം ലഭിച്ചവർക്ക് അള്ളാഹു നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.